സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുകയാണ്. 12 ജില്ലകളിൽ ആണ് ഇന്നും ഈ താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതായത് ഇടുക്കിയും വയനാടും ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാ ജില്ലകളിലും തന്നെ അതിശക്തമായ ചൂടാണ് ഇപ്പോഴും തുടരുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. പാലക്കാട് ഇന്നും ഉയർന്ന ചൂട് തന്നെ അനുഭവപ്പെടും എന്നതാണ് വിവരം. 40 ഡിഗ്രിക്ക് മുകളിലേക്ക് താപനില ഉയർന്നേക്കാം എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇന്നലെ 39.9 ഡിഗ്രി താപനിലയാണ് രേഖപ്പെടുത്തിയത്. ഇതോടൊപ്പം തന്നെ ഒട്ടേറെ പ്രതിസന്ധിയും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വൈദ്യുതി പ്രതിസന്ധി തന്നെയാണ്. വ്യാപകമായി ഇപ്പോൾ വൈദ്യുതി നിയന്ത്രണം തുടരുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഇതിൽ പരിഹാരം ആലോചിക്കുന്നതിന് വേണ്ടി ഇന്ന് ഉന്നതതല യോഗം ചേരുന്നുണ്ട്. നിലവിലുള്ള അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് സമയം കൂട്ടുന്നതുൾപ്പെടെ ഇന്നത്തെ യോഗത്തിലും പരിഗണിച്ചേക്കും എന്നതാണ്. കാരണം ഇപ്പോൾ നമുക്ക് ആവശ്യമാകുന്ന വൈദ്യുതി സംസ്ഥാനത്തില്ല എന്നതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. ഡാൻ കുര്യൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, ഈ ചുട്ടുപൊള്ളുന്ന ചൂട് അത് ഇനിയും തുടരും എന്ന സാഹചര്യം ആണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വേനൽമഴ ലഭിക്കുന്നില്ല എങ്കിൽ മലയാളികൾക്ക് ഇനിയും ഉഷ്ണം ഉയരും എന്ന് തന്നെയാണ് വിവരങ്ങൾ. അതോടൊപ്പം തന്നെ ജലാശയങ്ങൾ വറ്റിവരണ്ട് പോകുന്ന സാഹചര്യമുണ്ട്. വൈദ്യുതി ആണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത്. രാത്രിയും പകലുമൊക്കെ ഇപ്പോൾ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സാഹചര്യം. അതുകൊണ്ട് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടിലായിട്ടുള്ള മലയാളികൾക്ക് ഈ വൈദ്യുതി നിയന്ത്രണവും കനത്ത തിരിച്ചടിയാണ് സൃഷ്ടിക്കുന്നത്. ഒപ്പം കുടിവെള്ളം മുട്ടുന്ന സാഹചര്യമുണ്ട്. നമുക്ക് കുടിവെള്ളത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നും ചൂട് തുടരും എന്നുള്ളതാണല്ലോ മുന്നറിയിപ്പ്. ഒപ്പം വൈദ്യുതി മേഖലയിലെ പ്രതിസന്ധിയും അതിരൂക്ഷമായി തന്നെ തുടരുകയല്ലേ? ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മുതൽ വേനൽ മഴ സംസ്ഥാനത്തിന്റെ പല മേഖലകളിൽ ലഭിക്കുന്നുണ്ടെങ്കിലും നിലവിൽ സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമാനതകളില്ലാത്ത ഈ വേനൽ ചൂടിനെ അതിജീവിക്കാൻ കേവലം ഒറ്റപ്പെട്ട മഴ കൊണ്ട് കഴിയാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പാലക്കാടും കൊല്ലത്തും ഉൾപ്പെടെ സമാനതകളില്ലാത്ത നിലയിൽ അന്തരീക്ഷ താപനില ഉയരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. 41.3 ഡിഗ്രി സെൽഷ്യസിലേക്ക് പാലക്കാട് കഴിഞ്ഞ ദിവസം അന്തരീക്ഷ താപനില ഉയർന്നിരുന്നു. സമാനമായ തരത്തിൽ വീണ്ടും പാലക്കാട് ചൂട് വീണ്ടും ഉയരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. നിലവിൽ ഇടുക്കിയിലും അതോടൊപ്പം വയനാട്ടിലും മാത്രമാണ് അലേർട്ട്, അതായത് ഈ വലിയ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നൊരു മുന്നറിയിപ്പ്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഒരുപോലെ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുകയാണ്. അന്തരീക്ഷ താപനില 37 മുതൽ 41 വരെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മറ്റ് 12 ജില്ലകളും ഉയരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാവിലെ 10 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെയുള്ള സമയത്ത് സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ ഏൽക്കാതിരിക്കാനുള്ള ജാഗ്രത പാലിക്കണമെന്ന കർശനമായ നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം ആരോഗ്യ വിദഗ്ധരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. സൂര്യതാപം ഏൽക്കാനുള്ള സാധ്യതയ്ക്ക് പുറമെ ഈ UV ഇൻഡെക്സ് അപകടകരമായ നിലയിൽ മൂന്നാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ച് ലോങ് ആൾട്ടിറ്റ്യൂഡ് മേഖലകളിൽ ഉയർന്ന മേഖലകളിലൊക്കെ ഇത്തരത്തിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുകയാണ്. UV ഇൻഡെക്സും ഈ മേഖലകളിൽ വീണ്ടും അപകടകരമായ നിലയിലേക്ക് ഉയരാനുള്ള പശ്ചാത്തലമാണ് നിലനിൽക്കുന്നത്. അങ്ങനെയൊരു സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം നൽകുന്ന മുന്നറിയിപ്പ്. ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ നേരിട്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണമെന്നുള്ള അറിയിപ്പ് കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. എന്തായാലും വേനൽ മഴ അങ്ങിങ്ങായി കഴിഞ്ഞ ദിവസം മുതൽ ലഭ്യമാകുന്നുണ്ടെങ്കിലും അതൊന്നും ഈ കടുത്ത ചൂടിനെ അതിജീവിക്കാൻ ഒരു കാരണമായി മാറുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ 12 ജില്ലകളിലാണ് ഇന്ന് ഈ അലേർട്ട്, ഉയർന്ന താപനില ഉണ്ടാകും എന്ന അലേർട്ട് നിലനിൽക്കുന്നത്. സൂചിപ്പിക്കുന്ന പോലെ തന്നെ താപനില ഉയർന്നു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ വൈദ്യുതി പ്രതിസന്ധിയും അതിരൂക്ഷമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രതിനിധി കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം തേടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഇത് കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോഡ് ഓഫ് കോണ്ടാക്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതികരിക്കുന്നില്ല എന്നാണ് വൈദ്യുതി മന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പവർ സെക്രട്ടറിയുമായി മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിനുശേഷം തിരുവനന്തപുരത്ത് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാം എന്നുകൂടിയാണ് മന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.